ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഇന്ന് നമുക്ക് ഈസ്റ്ററാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒരു ചെറിയൊരു വ്ളോഗുമാണ് എടുത്ത് പോകുന്നത്. അപ്പോൾ അത് കണ്ടു നോക്കാം. ഇന്ന് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു ഡിഫറെൻറ്റ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ ചിക്കനാണ്. അപ്പോൾ അത് ഏറ്റവും എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പും കുറച്ച് എൻ്റെ ഒരു തൈര് ഇരിക്കണില്ലായിരുന്നു. അപ്പോൾ ലൂസായിട്ടുള്ള മോരാണ് ഒഴിച്ചത്. ഇത്തിരി കട്ടിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഒഴിച്ച് തൈരുണ്ടെങ്കിൽ തൈര് ഒഴിച്ച് കൊടുക്കുക, പുളിയില്ലാത്ത തൈര് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം എടുത്ത് വയ്ക്കുക. ഈ ഉള്ളിയൊക്കെ അരിയുന്ന സമയം മതി കേട്ടോ, അധികം സമയമൊന്നും വേണ്ട. നമുക്കൊരു 10 മിനിറ്റിൽ ഈ കറി ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അതേ സവാള ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം ആയതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ചിക്കൻ നമ്മളൊരു 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വലിയ 3 പച്ചമുളക്, പിന്നെ 3 വെളുത്തുള്ളി, ഒരു 2 സവാള വെറുതെ മുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ, അരിഞ്ഞിട്ടൊന്നുമില്ല. 3-4 പീസാക്കി ഇട്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ആ പേസ്റ്റും കൂടി ഇതിലേക്ക് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കഴിഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ആകെ കൂടി എടുക്കുന്ന ഒരു സമയം. ഇനി ഒന്നുമില്ല, നമുക്ക് പൊടികൾ, മസാലപ്പൊടികൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയം മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഇതേപോലെ ഒരു പാൻ വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികളായിട്ട് നമ്മൾ ഇപ്പോഴാണ് കേട്ടോ പൊടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കറുവപ്പട്ട ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്, അധികം ഫ്ലേവർ വേണ്ടാന്ന് ഓർത്തു. ഗരം മസാല ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ ജസ്റ്റ് ബേ ലീഫ് മാത്രം ഇട്ടു. പിന്നെ കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിക്കുക. ലോ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ മൂപ്പിക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിക്കുക. ബിക്കോസ് നമ്മൾ ചിക്കനിൽ വരുന്ന വെള്ളം തന്നെ മതിയാവും കേട്ടോ കറിക്ക്. ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. ഇത് നമുക്കൊന്ന് കുറുകുന്ന വരെ വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ചായ വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പം ഉണ്ടാക്കാനുണ്ട് കേട്ടോ. പിന്നെ കറിക്ക് കുറച്ചും കൂടി ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാനായിട്ട് ഇതേപോലെ ഞാൻ ബദാം പിന്നെ നട്ട്സും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ. അതും കൂടി ഒന്ന് അരച്ച് ചേർക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയേ. അപ്പോൾ ഇതുപോലെ നല്ല ക്രീമും നല്ലൊരു കുറുമയുടെ ടേസ്റ്റൊക്കെ വരും. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ സെർവ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ കുറച്ചും കൂടി ഒന്ന് വീഡിയോ എടുക്കല്ലേ എന്ന് ഓർത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഇന്നലെ പാതിര കുർബാന കഴിഞ്ഞ് വരുന്നപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ കിടന്ന് രാവിലെ എണീക്കുമ്പോൾ ലേറ്റായിട്ടാ. മക്കൾ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് 2ഉം 3ഉം ഗ്യാസിൽ വെച്ചിട്ടാണ് കേട്ടോ അത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കാച്ചി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് സമയമില്ലാത്തപ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ടേസ്റ്റി കറിയാണ്. നല്ല തിക്കും അതുപോലെ തന്നെ നല്ല ക്രീമി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്കിത് ഈ ഉള്ളിയൊക്കെ നല്ലോണം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് തുറന്നാൽ മതി. അതുവരെ ആ ഫ്ലേവറൊക്കെ അതിൽ തന്നെ ഇരിക്കട്ടെ. തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ അടച്ച് വയ്ക്കുക. അപ്പോൾ ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ആയിട്ടുണ്ട്, അപ്പം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.